എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് എന്താണ് പറയേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് ഓർത്തത്, നമ്മൾ എത്ര പേരാണ് വേറൊരാളെ കേൾക്കുന്നത്, അല്ലേ? നമ്മൾ ലിസണറാണോ, നല്ലൊരു ലിസണറാണോ? മറ്റൊരാളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു കൺസേൺസ് അവർ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ക്ഷമയോടുകൂടി നമ്മൾ അത് കേൾക്കാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. എൻ്റെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. മൈ എ ഗുഡ് ലിസണർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു സംസാരം മുന്നോട്ട് പോവാം. അപ്പം എല്ലാവർക്കും സീസൺ 1 എപ്പിസോഡ് 3 ആണ് നമ്മളുടെ പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച് എല്ലാവരും ലിസൺ ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും. ഓക്കെ, അപ്പം ഞാൻ ഒരു നല്ല ശ്രോതാവാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് തന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നു. കാരണം നമ്മളുടെ സുഹൃത്തുക്കളും നമ്മളുടെ വീട്ടിലുള്ളവരും അല്ല ചുറ്റിനുമുള്ളവർ പറയുന്നത് ഏറെക്കുറെ കേൾക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനുവേണ്ടി ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളുമാണ്. പക്ഷേ അതിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. കാരണം ചില സമയങ്ങളിൽ അത് നമ്മുടെ മൂഡിനെ എഫക്റ്റ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് ഒരാൾ നമ്മളെ വിളിച്ചാൽ പോലും നമ്മളൊരു കോൾ അറ്റൻഡ് ചെയ്യാതെ, അല്ലേ, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ എനിക്ക് തോന്നുന്നു അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലിസണർ ആണോ? കംപ്ലീറ്റ്ലി അല്ല, എന്നാൽ ഒരു 60-70% ഞാനൊരു ഗുഡ് ലിസണറാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ലിസണിങ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് തന്നെ കിട്ടാനുണ്ട്. കാരണം നമ്മൾ ശരിക്കും നമ്മളെ തന്നെ കാം ഡൗൺ ആക്കി നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്യാണ്. അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ല, അയാളുടെ കൺസേൺസ് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ അങ്ങനെയാണോ, ഞാൻ ഇങ്ങനെയാണോ, ഓക്കെ ഞാൻ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ, അങ്ങനെ ചെയ്താൽ ശരിയാവുമായിരിക്കും. ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യനുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിക്കൂടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് അവരുടെ ഒരു വിഷമം പറയാണ്, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്. നേരെ ഞാൻ ചിന്തിക്കുന്നത്, ഓക്കെ ഞാൻ എപ്പോഴും ഇരുന്നോണ്ട് ഓക്കെ കംപ്ലൈൻറ്റ് പറയാറുണ്ട് അതിനും ഇതിനും, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് നോക്കുമ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എൻ്റെതായ ബുദ്ധിമുട്ടുകളെന്ന് ഞാൻ കരുതുന്നതൊന്നും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അത് ബുദ്ധിമുട്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ ആ മറ്റേ വ്യക്തിയെ കേട്ടത് കൊണ്ട് മാത്രമാണ് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ ആ ഒരു ലിസണിങ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് ആ ബോധ്യം വരുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നതും വളരെയധികം വലുതാണ്. കാരണം നമ്മൾ ആ ഒരു ഓപ്പൺ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു സമയത്ത് എതിർവശത്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അങ്ങേ തലക്കിലിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ കോൾ വിളിക്കുകയെന്നുണ്ടെങ്കിൽ പോലും, ഫ്രണ്ട്സിനെ അല്ലെ ഫാമിലിയെ വിളിക്കുകയെന്നുണ്ടെങ്കിൽ പോലും അവർ നമ്മൾക്ക് അവരുടെ അടുത്ത് ആ ഒരു മെസ്സേജ് നമുക്കൊന്ന് ഓപ്പണായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല, അല്ലേ? തീർച്ചയായിട്ടും നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ ശ്രവിക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. കാരണം ഞാൻ അങ്ങനെയാണോ, ഞാൻ കറക്റ്റായിട്ടാണോ, ശരിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ, അല്ല ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഞാൻ ലിസൺ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി എന്നെ ശ്രവിക്കാൻ കംപ്ലീറ്റ്ലി തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്. ഇതെല്ലാം ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ലിസണിങ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി കൂടുതലായിട്ട് എന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങളും ആ ഒരു നല്ലൊരു കേൾവിക്കാരനാകുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കേട്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുമ്പം
ആ ഒരു ചെറിയൊരു ലിസണിങ് ക്വാളിറ്റി കൊണ്ടുവന്ന് നമ്മൾക്ക് കുറേയേറെ മറ്റുള്ളവരുടെ ലൈഫിൽ വലുതല്ലെങ്കിലും ചെറുതായിട്ടുള്ള, ഞാൻ പറഞ്ഞ എല്ലാം തലതിരിഞ്ഞു പോയി, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നതുകൊണ്ടാണ്. അപ്പം വലുതല്ലെങ്കിലും ചെറുതായ ആ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക ഒരു എഫക്റ്റ് അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ശ്രമിക്കാം. വീണ്ടും പുതിയ ടോപ്പിക്സുമായിട്ട്, ഒരു പുതിയ കൺസെപ്റ്റുമായിട്ട് എത്തുന്നത് വരെ പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജ് തൽക്കാലം വിടവാങ്ങുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്മകൾ നേരുന്നു. യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ. പ്ലീസ് സബ്സ്ക്രൈബ്, support and keep up to date with Podcast by Nisha George. Thank you so much. You all have a good day. Bye-bye.